ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എത്തിയിരിക്കുന്നത് 5000 വർഷത്തിന് മുകളിൽ പഴക്കം ചെന്ന ഒരു അമ്പലത്തിലേക്കാണ്. ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഗുഹ തുറന്നുകൊണ്ടാണ് ഈ അമ്പലം ഉണ്ടാക്കിയിട്ടുള്ളത്. അത്രയും പഴക്കം ചെന്ന ഒരു അമ്പലമാണ് ഇത്. ശിവക്ഷേത്രമാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് വെച്ചാൽ നമ്മളെ കുറ്റിപ്പുറത്തിനും അതുപോലെ പട്ടണക്കാവുന്ന ഒരു 4 കിലോമീറ്റർ ഉള്ളിലേക്കാണ് ഇത് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മനോഹരമായിട്ടുള്ള ക്ഷേത്രം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ നിത്യപൂജ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് തോന്നുന്നു. അങ്ങനത്തെ ഒരു ക്ഷേത്രമാണ് സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിൻ്റെ പേരെന്ന് പറഞ്ഞാൽ കൈത്രി കോവിൽ ശിവക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേര് വരുന്നത്. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറ്റിപ്പുറത്തുനിന്നും തിരുനാവായ റോഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ കുറ്റിപ്പുറത്തു നിന്നൊരു 8 കിലോമീറ്റർ അറ്റണ്ടായിരിക്കും. പക്ഷെ നമ്മൾ പട്ടണക്കാവിലൂടെ പോവുകയാണെങ്കിൽ വെറും 4 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്കവിടെ എത്തിച്ചേരാൻ പറ്റുന്ന സ്ഥലമാണ്. കൊളത്തൂൽ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അത്യാവശ്യം മനോഹരമായിട്ടുള്ള ക്ഷേത്രം തന്നെയാണ്. 5000 വർഷത്തിന് മുകളിൽ പഴക്കം ചെന്നൊരു ക്ഷേത്രമാണ്. പക്ഷേ ഈ ക്ഷേത്രത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടാൽ നമുക്ക് തന്നെ ദുഃഖം തോന്നിപ്പോകും. കാരണം അത്യാവശ്യം പുരാതന ക്ഷേത്രമാണ്. ഈ ഗുഹ തുറന്നുകൊണ്ട് ഉണ്ടാക്കിയ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പഴക്കം തന്ന ക്ഷേത്രം തന്നെയാണ്. അങ്ങനത്തെ ക്ഷേത്രങ്ങൾ നമ്മൾ കേരളത്തിൽ തന്നെ ഇല്ലാത്തൊരു ക്ഷേത്രമാണിത്. എന്നിട്ട് പോലും ഇവിടുത്തെ നാട്ടുകാരോ ആരും ഇതൊന്നും ശരിക്കും നല്ല രീതിയിൽ നോക്കി നടത്തുന്നില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. കാരണം ഇവിടെ ഒരു തവണ രാവിലെ മാത്രമേ ഇവിടെ പൂജിക്കാറുള്ളൂ. അതുപോലെ തന്നെ രാവിലെ നട തുറക്കുകയുള്ളൂ. അല്ലാത്ത സമയങ്ങളിലൊന്നും നട തുറക്കില്ല. രാവിലെ തുറക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ തന്നെ 8 മണിക്ക് ശേഷം 10 മണി വരെയൊക്കെയാണ് നട തുറക്കുന്നത്. അത് തന്നെ എല്ലാ സമയത്തും അങ്ങനെയല്ല, പല സമയത്തും മാറാം എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. പിന്നെ എല്ലാ ദിവസങ്ങളിലും തുറക്കും, രാവിലെ മാത്രം. അതുപോലെ വൈകിട്ട് തുറക്കില്ല എന്നും പറയാൻ കഴിഞ്ഞു. അതുപോലെ നാട്ടുകാരൊന്നും തീർച്ചയായും ഇങ്ങോട്ട് വരുന്നില്ലാത്തൊരു ക്ഷേത്രം തന്നെയാണ് എന്നാണ് ഇത് നമുക്ക് കണ്ടാൽ തോന്നുന്നത്. കാരണം അത്യാവശ്യം മനോഹരമായിട്ടുള്ളൊരു നല്ല ഭംഗിയോടുള്ളൊരു ക്ഷേത്രമാണ്. നമുക്കത് പുരാവസ്തു എന്ന് തന്നെ നമുക്ക് പറയാം. ഇത് ശരിക്കും നമ്മളെ ഗവൺമെൻറ്റോ ഒക്കെ ഒന്ന് നോക്കുകയാണെങ്കിൽ, നാട്ടുകാരൊക്കെ ഒന്ന് നോക്കി നടത്തുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ആളുകളൊക്കെ വരുന്നൊരു ക്ഷേത്രമാണ്. കാരണം ഗുഹ തുറന്നുകൊണ്ടാണ് ഈ ക്ഷേത്രം ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ശിവലിംഗവും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കിതിൻ്റെ ഉള്ളിൽ കയറിയാൽ അത്യാവശ്യം ഇങ്ങനൊരു ക്ഷേത്രം ഉണ്ടാക്കണമെങ്കിൽ എത്ര റിസ്ക് എടുത്തിട്ടായിരിക്കും അവർ ഉണ്ടാക്കിയിട്ടുണ്ടായാൽ. ഇപ്പോഴത്തെ തലമുറയ്ക്ക് പോലും ഈ ഗുഹ തുറന്നുണ്ടാക്കണമെങ്കിൽ കുറേ സമയമെടുക്കും. പക്ഷേ അന്ന് അവരത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എത്ര ബുദ്ധിമുട്ടുണ്ടാക്കിയ അത്രയും മനോഹരമായിട്ടാണ് ഈ ഇതുണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഈ കോവിൽ നിൽക്കുന്ന പറഞ്ഞാൽ ഗുഹ തുറന്നുങ്ങാണ്ട് ബാക്കി സ്ഥലത്താണ് ഇവർ പടുത്ത് ഇതാക്കിയിരിക്കുന്നത്. അത്രയും